ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യുന്ന 6 തെറ്റുകളെക്കുറിച്ചാണ്. ഇത് നിങ്ങൾ എല്ലാവരും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണിത്. ഇനി നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ഐക്കണുകൾ മറക്കാതെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതിലൊന്നാമത്തെ ഒരു തെറ്റ് അലോയിങ് പെർമിഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ പെർമിഷൻസും അലോ ചെയ്ത് കൊടുക്കും. അതൊരു തെറ്റായ ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വാൽപേപ്പർ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിൻ്റെ പെർമിഷൻ ഡീറ്റെയിൽസ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവർ ചോദിക്കുന്ന പെർമിഷൻസ് എല്ലാം കോൺടാക്ട്സ്, ടെലിഫോൺസ് എല്ലാമാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഏതൊരു വാൽപേപ്പർ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു സ്റ്റോറേജിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടാവൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇനി വേറൊരു വാൽപേപ്പർ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഗൂഗിളിൻ്റെ തന്നെ വാൽപേപ്പർ ആപ്ലിക്കേഷനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള സോഴ്സ് തന്നെയാണ് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ്. അതിൻ്റെ പെർമിഷൻസ് എല്ലാം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവർ ചോദിക്കുന്ന പെർമിഷൻസ് മാത്രം സ്റ്റോറേജ് മാത്രമാണ്. കോൺടാക്ട്സ് ചോദിക്കുന്നില്ല, അതുപോലെ തന്നെ ടെലിഫോൺ ചോദിക്കുന്നില്ല. നിങ്ങൾ നേരത്തെ കണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം അവർ കോൺടാക്ട്സ്, ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാ പെർമിഷൻസും അലോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതൊരു തെറ്റായൊരു കാര്യമാണ്. രണ്ടാമതായിട്ടുള്ളതാണ് ട്രസ്റ്റിംഗ് ഫേക്ക് മെസ്സേജസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒരുപാട് മെസ്സേജസ് വരും. എന്ന് വെച്ചാൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനും ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള പേടിഎം ക്യാഷ് ലഭിക്കും. എന്നാൽ അതൊരു തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പേടിഎം ക്യാഷ് ലഭിക്കാൻ പോകുന്നതല്ല. പിന്നെ നിങ്ങൾക്ക് ഐഫോൺ എക്സ് കിട്ടും, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്പിന്ന് ചെയ്താൽ നിങ്ങൾക്ക് ഐഫോൺ എക്സ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് മെസ്സേജസ് ആണ് ഇപ്പോൾ വാട്സപ്പിലൂടെ പ്രചരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു സ്പിന്നിലൂടെ നിങ്ങൾക്ക് ഐഫോൺ 7 ലഭിക്കുന്നതാണ്. പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അവർ നിങ്ങളോട് പറയും ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ ഡീറ്റെയിൽസ്, ഫോൺ ഡീറ്റെയിൽസ് എല്ലാം തരിക, എന്നാൽ നിങ്ങൾക്ക് ഷിപ്പ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇതൊരു തെറ്റായൊരു ഇൻഫർമേഷനാണ്. ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഈ സ്പിന്നിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ലഭിക്കാൻ പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഫേക്ക് മെസ്സേജസ് ട്രസ്റ്റ് ചെയ്യാതിരിക്കൂ. മൂന്നാമതായിട്ടുള്ളതാണ് ഇൻസ്റ്റാളിങ് ഫേക്ക് ആപ്സ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് സെർച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. എന്നാൽ ഈ എല്ലാ ആപ്ലിക്കേഷൻസും ഫേക്കാണ്. അഥവാ നമ്മുടെ മൊബൈൽ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൊബൈൽ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ആകത്തുള്ളൂ. അല്ലാതെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വർക്ക് ആവുന്നതല്ല. ജസ്റ്റ് ഒരുപാട് ആഡ്സ് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻസിലൂടെ നിങ്ങൾക്ക് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോൺ ഹാങ് ആകാനുള്ള ചാൻസുമുണ്ട്. പിന്നെ ഐറിസ് സ്കാനർ എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. എന്നാൽ ഇതെല്ലാം ഫേക്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത്. നാലാമതായിട്ടുള്ളതാണ് ഇൻസ്റ്റാളിങ് ആൻറ്റിവൈറസ് ആപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ 360 അതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സ്ലോ ആകുമ്പോഴേക്കാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യൽ. എന്നാൽ ഇത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു പെർഫോമൻസും നമ്മുടെ ഫോണിൽ കൂട്ടാൻ വേണ്ടി സാധിക്കുന്നതെല്ലാം ജസ്റ്റ് ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് പെർഫോം ചെയ്യുന്നത്. നേരെ മറിച്ച് കമ്പ്യൂട്ടറിൽ വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കയറ്റാറുണ്ട്. എന്നാൽ അത് ഒരു ഗുഡ് ഇൻഫർമേഷൻ ആണ്. പക്ഷേ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നതല്ല. അഞ്ചാമതായിട്ടുള്ള ഒരു കാര്യമാണ് കില്ലിംഗ് ആപ്സ് ഫ്രം റിസൻറ്റ് ടാബ് എന്ന് വെച്ചാൽ നമ്മളുടെ ഫോൺ ഹാങ് ആകുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. നമ്മൾ റിസൻറ്റ് ടാബ് ഓപ്പൺ ആക്കി റൈറ്റും ലെഫ്റ്റുമായി സ്വൈപ്പ് ചെയ്ത് ഫയൽസ് എല്ലാം കളയും. എന്നാൽ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ ഇങ്ങനെ റിസൻറ്റ് ടാബിൽ നിന്ന് കളയരുത്. എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ എല്ലാ ഫയൽസും ക്ലോസ് ആയി പോകും. പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈമും എടുക്കും. അതുപോലെ തന്നെ ബാറ്ററിയെ പെട്ടെന്ന് തീർക്കും. ഒരുപക്ഷെ നിങ്ങളത് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫയൽ നിങ്ങളുടെ പ്രോസസ്സിൽ തന്നെ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും. ഈ ഒരു ഫയലിനെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. റിസൻറ്റ് ടാബിൽ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽസ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ഏതൊരു ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സമയവും എടുക്കും. അതുപോലെ തന്നെ ബാറ്ററിയെ ബാധിക്കുകയും ചെയ്യും. ആറാമതായിട്ടുള്ളതാണ് ബാറ്ററി ഓവർ ചാർജിങ് ആൻഡ് ലൈറ്റ് ചാർജിങ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് വെക്കൽ ഒരു 15-10% കഴിഞ്ഞാണ്. എന്നാൽ ഒരിക്കലും തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു 20% ആയാൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഹീറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും.
പിന്നെ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തെല്ലാം നമ്മൾ മൊബൈൽ ഫോൺ രാവിലെ വരെ ചാർജ് കുത്തി വെക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ചാർജ് ഫുൾ ആയിട്ടുള്ള ബാക്കി സമയങ്ങളെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിനെ പ്രോസസ്സിനെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫോണിനെ പെട്ടെന്ന് ഹീറ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ഓരോ ടെക് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു ടെക് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.